നമ്മുടെ ഉമ്മൻചാണ്ടി സാറിന് മലയാളം അറിയില്ലായിരുന്നെങ്കിൽ പുള്ളിക്കാരനെ നമ്മൾ കേരള മുഖ്യമന്ത്രിയാക്കുമായിരുന്നു. മലയാളികളുടെ ഒരു സ്വഭാവം വെച്ച് അത് ചിലപ്പോഴേ ശരിയാവും. അല്ല, ഇനി CM ആയെന്ന് തന്നെ വിചാരിക്കാം. പുള്ളിക്കാരൻ ഏത് ഭാഷയിൽ നമ്മളോട് സംസാരിച്ചേനെ? ഓ, ഹിന്ദി. പക്ഷേ ഒഡീഷക്കാർക്ക് ഭാഷ ഒരു വിഷയമല്ലെന്നാണ് തോന്നുന്നത്. അതുകൊണ്ടല്ലേ ഒഡിയ അറിയാത്ത പട്നായിക് ജിയെ 15 കൊല്ലമായി ഒഡീഷ മുഖ്യമന്ത്രിയാക്കിയിരിക്കുന്നത്. ഇറ്റ് ഹാപ്പൻസ് ഓൺലി ഇൻ ഇന്ത്യ. 15 കൊല്ലമായിട്ടും ഒറിയ ഭാഷ പഠിക്കാത്ത CM കഴിഞ്ഞ ദിവസം ഒഡിയ മാത്രമല്ല തമിഴും ഇംഗ്ലീഷിൽ എഴുതി ഒന്ന് പ്രസംഗിക്കാനുള്ള ശ്രമം നടത്തി. ആ പ്രസംഗം ലോക പ്രശസ്തവുമായി. ദാ വരുന്നു ഒഡീഷ മുഖ്യന്റെ ആ വിശ്വ പ്രശസ്തമായ പ്രസംഗത്തിന്റെ ചില ശകലങ്ങൾ. തമിഴ്നാട് ഇത് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി നമ്മുടെ ശ്രീമതി ടീച്ചറുടെ ഇംഗ്ലീഷ് ഇതിലും എത്രയോ ഭേദം. ഗവൺമെന്റ് ഡോക്ടേഴ്സ്, ഇൻക്ലൂഡിംഗ് ഗവൺമെന്റ് ഡോക്ടേഴ്സ്, നോട്ട് പ്രൈവറ്റ് ഡോക്ടേഴ്സ്. Okay, they are doing a fantastic work. I visited Dr. Ashokan's clinic. It happens only in India is happening on Club FM Ton Kanakkinu Fun. It happens only in India. Good Sunday morning to you. This is Pooja with you on Club FM. ഇവിടെ മാത്രമേ ഉള്ളൂ ടൺ കണക്കിന് ഫൺ. This is It happens only in India. പശു പണി മുടക്കിയാല് പാല് കിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ കൊച്ചിയിൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിൽ പാൽ വിതരണം ഭാഗികമായി തടസ്സപ്പെട്ടത് പശു കാരണമല്ല, വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണം നിന്നതുകൊണ്ടാണ്. ഏകദേശം 50,000 ലിറ്ററിന്റെ കുറവ് വന്നെന്നാണ് പാൽ കമ്പനിക്കാര് പറഞ്ഞത്. നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം. കുറച്ച് വെള്ളം ചേർക്കാൻ നല്ല മുഴുപ്പുള്ള പാല. അപ്പൊ പാക്കറ്റ് പാലിൽ പകുതി വെള്ളമാണെന്നുള്ള കാര്യം വെളിച്ചത്തായി. ഈ സത്യം പുറത്തു കൊണ്ടുവന്നതിന് സംശയം എന്താ? വാട്ടർ അതോറിറ്റിയോട്. ഇറ്റ് ഹാപ്പൻസ് ഓൺലി ഇൻ ഇന്ത്യ. It happens only in India. ടൂവീലർ ഓടിക്കുന്നവർ നിർബന്ധമായും ഹെൽമെറ്റ് ധരിക്കേണ്ടതാണ് എന്ന് ഇന്ത്യയിൽ എന്നല്ല ലോകത്ത് മിക്ക സ്ഥലങ്ങളിലും നിയമമുണ്ട്. ഉണ്ടല്ലോ അല്ലെ? പക്ഷേ ഇനിയിപ്പോ ബസ് ഡ്രൈവേഴ്സും ഹെൽമെറ്റ് വെക്കാൻ തുടങ്ങിയാലോ? ഇറ്റ്സ് ഹാപ്പനിങ് ഇൻ തമിഴ്നാടു. ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാവും ബസ് ഡ്രൈവർമാർക്ക് സർക്കാർ ഹെൽമെറ്റ് വിതരണം ചെയ്യുന്നത്. അല്ല, അതിപ്പോ ബസ് ഓടിക്കുന്ന റൂട്ടിൽ മൊത്തം പ്രക്ഷോഭവും കല്ലേറും ബഹളവും ആണെങ്കിൽ എന്തു ചെയ്യാനാ? കല്ലേറ് കൊണ്ട് തല പൊട്ടാതിരിക്കണമെങ്കിൽ ഒന്നുകിൽ എറിയുന്നവരെ പിടിക്കണം, അല്ലെങ്കിൽ ഏറുകൊള്ളുന്നവന്റെ തല സേഫ് ആക്കണം. ആദ്യം പറഞ്ഞത് ചെയ്യാൻ അങ്ങ് ചെയ്യുന്നാ മതി. പോലീസിനെ കല്ലെറിയുന്ന പാർട്ടിക്കാര് എടുത്തെറിയും. അപ്പൊ പിന്നെ ഹെൽമെറ്റ് വെച്ചോണ്ട് ബസ് ഓടിക്കേ നിവർത്തിയുള്ളൂ. It happens only in India. It happens only in India. ഈ ആഴ്ചയിലെ It happens only in Indiaയുടെ ടൈം ദി എൻഡ് ആവാറായി. ബിഫോർ ഐ സേ ബൈ ബൈ, ദാ നിങ്ങൾക്കായി നമ്മുടെ സൗണ്ട് മാസ്റ്റർ ലിബു റെഡിയാക്കിയിട്ടുണ്ട് ഒരു ചിന്ന റീപ്ലേ. ശ്രീശാന്തിനെ അറസ്റ്റ് ചെയ്തതോടെ ഇപ്പൊ ക്രിക്കറ്റ് താരങ്ങളൊക്കെ വാച്ചും ടവലും മാലയും ഒക്കെ ഊരി വെച്ചിട്ടാ കളിക്കാൻ പോണേ. സഞ്ജയ് ദത്ത് കോടതിയിൽ കീഴടങ്ങി എന്നത്. വീട്ടിൽ നിന്ന് കിടക്കയും തലേണയും ടൂത്ത് പേസ്റ്റ്, ബ്രഷ്, ഷാംപൂ, വള്ളിച്ചെരുപ്പ്, കുർത്ത പൈജാമ, കൊതുകുതിരി, പിന്നെ ഒരു ഫാൻ, ഇങ്ങനെ സിഗരറ്റ് ഒഴികെയുള്ള സാധനങ്ങളും കൊണ്ടാ കക്ഷി പോയിരിക്കുന്നത്. കൊച്ചിയിൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിൽ പാൽ വിതരണം ഭാഗികമായി തടസ്സപ്പെട്ടത് വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണം നിന്നതുകൊണ്ടാണ്. ഇനിയിപ്പോ ബസ് ഡ്രൈവേഴ്സും ഹെൽമെറ്റ് വെക്കാൻ തുടങ്ങിയാലോ? ഇറ്റ്സ് ഹാപ്പനിങ് ഇൻ തമിഴ്നാടു. ഹരിത റാലിക്കായിട്ട് ബീഹാറിലേക്ക് അണികളെ കൊണ്ടുവരാൻ ലാലൂജി വാടകയ്ക്കെടുത്തത് 14 ട്രെയിനുകൾ. ഇനിയും ശാന്തമാകാത്ത വാർത്തകളുടെ ചൂടിൽ നിന്ന് ഒന്ന് കൂളാകാനുള്ള ഒരു സൂപ്പർ സൺഡേ കേരളത്തിലെ 3,34,06,061 ആളുകൾക്കും ആശംസിച്ചുകൊണ്ട് ദിസ് ഇസ് പൂജ സൈനിങ് ഓഫ്. എന്റെ ഇമെയിൽ ID മറക്കണ്ട, ithappens@clubfm.co.in. അപ്പൊ ക്ലബ് എഫ്എമ്മിൽ പാട്ടൊക്കെ കേട്ട് സ്വസ്ഥ രഹിയേ, വ്യസ്ത രഹിയേ ഓർ മസ്ത് രഹിയേ, ക്യൂങ്കി ഇവിടെയുണ്ട് നിങ്ങൾക്കായി ടൺ കണക്കിന് ഫൺ.